ബാറയ്ക്കുമോർ. ഉൽപ്പത്തി പുസ്തകം 36-ാം അധ്യായം 1 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. ഏദോം എന്ന ഏശാവിന്റെ വംശപാരമ്പര്യമാവിത്. ഏശാവ് ഹിവ്യനായ എലോന്റെ മകൾ, ആദാ ഹിവ്യനായ സിബെയോന്റെ മകളായ അനായുടെ മകൾ ഒഹൊലിബാമ എന്നീ കനാന്യ കന്യകമാരെയും ഇശ്മായേലിന്റെ മകളും നെബോയോത്തിന്റെ സഹോദരിയുമായ ബാസമത്തിന്റെയും ഭാര്യമാരായി പരിഗ്രഹിച്ചു. ഏദാ ഏശാവിന് എലീഫാസിനെ പ്രസവിച്ചു. ബാസമത്ത് രെഹൂവിലിനെ പ്രസവിച്ചു. ഒഹൊലിബാമ യെയൂഷിനെയും യലോമിനെയും കോരഹിനെയും പ്രസവിച്ചു. ഇവർ ഏശാവിനും കനാന്യ ദേശത്ത് വെച്ച് ജനിച്ച പുത്രന്മാർ. എന്നാൽ ഏശാവ് തന്റെ ഭാര്യമാരെയും പുത്രന്മാരെയും പുത്രിമാരെയും വീട്ടിലുള്ളവരെയൊക്കെയും തന്റെ ആടുമാടുകളെയും സകല മൃഗങ്ങളെയും കനാന്യ ദേശത്ത് സമ്പാദിച്ച സമ്പത്തൊക്കെയും കൊണ്ട് തന്റെ സഹോദരനായ യാക്കോബിന്റെ സമീപത്ത് നിന്ന് ദൂരെ ഒരു ദേശത്തേക്ക് പോയി. അവർക്ക് ഒന്നിച്ചു പാർപ്പാൻ വഹിയാത്തവണ്ണം അവരുടെ സമ്പത്ത് അധികമായിരുന്നു. അവിടെ ആടുമാടുകൾ ഹേതുവായി അവർ പരദേശികളായി പാർത്തിരുന്ന ദേശത്ത് അവരെ വഹിച്ചുകൂടാതെ ഇരുന്നു. അങ്ങനെ ഏദോം എന്നു പേരുള്ള ഏശാവ് സെയീർ പർവ്വതത്തിൽ കൂടിയിരുന്നു. സെയീർ പർവ്വതത്തിലുള്ള ഏദോമ്യരുടെ പിതാവായ ഏശാവിന്റെ വംശപാരമ്പര്യമാവിത്. ഏശാവിന്റെ പുത്രന്മാരുടെ പേരുകളിവ. ഏശാവിന്റെ ഭാര്യയായ ആദായുടെ മകൻ എലീഫാസ്, ഏശാവിന്റെ ഭാര്യയായ ബാസമത്തിന്റെ മകൾ രെയൂവേൽ. എലീഫാസിന്റെ പുത്രന്മാർ തേമാൻ, ഓമർ, സേഫോൻ, ഗഥ, കേനസ്, തിമ്ന എന്നവൾ ഏശാവിന്റെ മകനായ എലീഫാസിന്റെ വെപ്പാട്ടിയായിരുന്നു. അവൾ എലീഫാസിന് അമാലേക്കിനെ പ്രസവിച്ചു. ഇവർ ഏശാവിന്റെ ഭാര്യമാരായ ആദായുടെ പുത്രന്മാർ. രെയൂവിലിന്റെ പുത്രന്മാർ നഹത്ത്, സേറഹ്, ഷെമ്മ, മിസ്സാം. ഇവർ ഏശാവിന്റെ ഭാര്യയായ ബാസമത്തിന്റെ പുത്രന്മാർ. സിബെയോന്റെ മകളായ അനായുടെ മകൾ ഒഹൊലിബാമ എന്ന ഏശാവിന്റെ ഭാര്യയുടെ പുത്രന്മാർ ആയിരുന്നാൽ അവർ ഏശാവിന് യെയൂഷ്, യലാം, കോരഹ് എന്നിവരെ പ്രസവിച്ചു. യേശോവിന്റെ പുത്രന്മാരിലെ പ്രഭുക്കന്മാർ ആരെന്നാൽ ഏശാവിന്റെ ആദിജാതൻ എലീഫാസിന്റെ പുത്രന്മാർ തേമാൻ പ്രഭു, ഓമാൻ പ്രഭു, സേഫോൻ പ്രഭു, കേനസ് പ്രഭു, കോരഹ് പ്രഭു, ഗതാം പ്രഭു, അമാലേക്ക് പ്രഭു. ഇവർ ഏദോം ദേശത്ത് എലീഫാസിന് ഉദ്ഭവിച്ച പുത്രന്മാർ. ഇവർ ആദായുടെ പുത്രന്മാർ. ഏശാവിന്റെ മകനായ രെയൂവേലിന്റെ പുത്രന്മാർ ആരെന്നാൽ നഹത്ത് പ്രഭു, സേരഹ് പ്രഭു, ശമാൻ പ്രഭു, മിശ്ര പ്രഭു. ഇവർ ഏദോം ദേശത്ത് രെയൂവേലിന്റെ ഉത്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ ഏശാവിന്റെ ഭാര്യ ബാസമത്തിന്റെ പുത്രന്മാർ. ഏശാവിന്റെ ഭാര്യയായ ഒഹൊലിബാമയുടെ പുത്രന്മാരാരെന്നാൽ യേശൂഷ് പ്രഭു, യലാം പ്രഭു, കോരഹ് പ്രഭു. ഇവർ അന്നായുടെ മകളായ ഏശാവിന്റെ ഭാര്യയായ ഒഹൊലിബാമയിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ ഏദോം എന്നു പേരുള്ള ഏശാവിന്റെ പുത്രന്മാരും അവരിൽ നിന്ന് ഉദ്ഭവിച്ച പ്രഭുക്കന്മാരുമാകുന്നു. ഹോര്യനായ സെയീരിന്റെ പുത്രന്മാരായി ദേശത്തിന്റെ പൂർവ്വനിവാസികളായവർ ആരെന്നാൽ ലോതാൻ, ശോബാൽ, സിബെയോൻ, അന്ന, ദീശോൻ, ഏസർ, ദീശാൻ. ഇവർ ഏദോം ദേശത്ത് സെയീരിന്റെ പുത്രന്മാരായി ഹോര്യ പ്രഭുക്കന്മാർ. ലോതാന്റെ പുത്രന്മാർ ഹോരിനും ഹേമാവുമായിരുന്നു. ലോതാന്റെ സഹോദരി തിമ്ന. ശോബാലിന്റെ പുത്രന്മാർ ആരെന്നാൽ അൽവാസ്, മാനഹത്ത്, ഏബാൽ, ഷേഫോൻ, ഓനാം. സിബെയോന്റെ പുത്രന്മാർ അയാവും അന്നാവും ആയിരുന്നു. മരുഭൂമിയിൽ തന്റെ അപ്പനായ സിബെയോന്റെ കഴുതകളെ മേയ്ക്കുമ്പോൾ ചൂടുറുകൾ കണ്ടെത്തിയ അന്ന ഇവൾ തന്നെ. അനാവിന്റെ മക്കൾ ഇവർ ദീശോനും അനാവിന്റെ മകൾ ഒഹൊലിബയുമായിരുന്നു. ദീശോന്റെ പുത്രന്മാർ ആരെന്നാൽ ദോംദാൻ, എഷ്ബാൽ, ഈത്രൻ, കേരർ. ഏസേരിന്റെ പുത്രന്മാർ ബിൽഹാൻ, സാവാൻ, അഖാൻ. ദീശാന്റെ പുത്രന്മാർ ഊസും അരാനുമായിരുന്നു. ഹോര്യ പ്രഭുക്കന്മാർ ആരെന്നാൽ ലോതാൻ പ്രഭു, ശോബാൻ പ്രഭു, സിബെയോൻ പ്രഭു,
അനാ പ്രഭു, ദീശോൻ പ്രഭു, എസ്രേൽ പ്രഭു, ദീശോൻ പ്രഭു. ഇവർ സെയീർ ദേശത്തു വാണ ഹോരി പ്രഭുക്കന്മാരായിരുന്നു. ഇസ്രായേൽ മക്കൾക്ക് രാജാവുണ്ടാകും മുമ്പേ ഏദോം ദേശത്തു വാണ രാജാക്കന്മാരായിരുന്നാൽ ബേയോത്തിന്റെ പുത്രനായ ബേല ഏദോമിൽ രാജാവായിരുന്നു. അവന്റെ പട്ടണത്തിൽ ദിൻഹാബ എന്നു പേർ. ബേലെ മരിച്ച ശേഷം ബോസ്രക്കാരനായ സേരഹിന്റെ മകൻ യോബാബ് അവന് പകരം രാജാവായി. യോബാബ് മരിച്ച ശേഷം തേമാന്യ ദേശക്കാരനായ ഹൂഷോം അവന് പകരം രാജാവായി. ഹൂഷോം മരിച്ച ശേഷം വോബാനു സമഭൂമിയിൽ വച്ചു മീദ്യനെ തോൽപ്പിച്ച ബേദേദിന്റെ മകൻ ഹദദ് അവന് പകരം രാജാവായി. അവന്റെ പട്ടണത്തിന് അവീത്ത് എന്നു പേർ. ഹദദ് മരിച്ച ശേഷം മിസ്രൈക്കാരൻ ശമ്മ അവന് പകരം രാജാവായി. ശമ്മ മരിച്ച ശേഷം നദീതീരത്തുള്ള രേഹോബോത്ത് പട്ടണക്കാരനായ ശൗൽ പകരം രാജാവായി. ശൗൽ മരിച്ച ശേഷം അക്ബോറിന്റെ മകൻ ബാൽഹാനിൽ അവന് പകരം രാജാവായി. അക്ബോറിന്റെ മകനായ ബാൽഹാൻ മരിച്ച ശേഷം ഹദർ അവന് പകരം രാജാവായി. അവന്റെ പട്ടണത്തിന് പാവു എന്നു പേർ. അവന്റെ ഭാര്യയ്ക്ക് മെഹേതബേൽ എന്നു പേർ. അവൾ മേസാഹാബിന്റെ മകളായ മത്രേദിന്റെ മകളായിരുന്നു. വംശമായും ദേശമായും പേരായും ഏശാവിൽ നിന്ന് ഉദ്ഭവിച്ച പ്രഭുക്കന്മാരുടെ പേരുകൾ ആവിത്: തിമ്ന പ്രഭു, അൽവ പ്രഭു, ഏതേൽ പ്രഭു, ഒഹോലിബ പ്രഭു, ഏല പ്രഭു, പീനോൻ പ്രഭു, കേനസ് പ്രഭു, തോമാൻ പ്രഭു, മിത്സാൽ പ്രഭു, മഗ്ദിയേൽ പ്രഭു, ഈരോം പ്രഭു. ഇവർ താന്താങ്ങളുടെ അവകാശത്തെയും വാസസ്ഥലത്തിലും വാണ ഏദോമ്യ പ്രഭുക്കന്മാരാകുന്നു. ആദോമ്യരുടെ പിതാവ് ഏശാവ് തന്നെ.